പൈസ പോവാം. നീ വരുന്നുണ്ടോ? അപ്പോൾ വണ്ടിയുടെ കീ എടുക്കണം ചാക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ. അയ്യോ ഇതെന്തെങ്കിലും എന്തൊരു വശപ്പശക്. ഹലോ ഗൈസ്, അപ്പോൾ ഏറെ കാലങ്ങൾക്ക് ശേഷം ഞാനൊരു വ്ളോഗ് ഇടാമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഇത് ഇടുകയോ ഇല്ലയോ എന്നൊന്നും അറിയാൻ വേണ്ട, എന്നാലും എടുത്തൊക്കെയാണ്. ഇന്ന് ഞങ്ങൾ അങ്ങോട്ടാണ് പോണേ. ചാവിയാണ് ഇന്നത്തെ ക്യാമറാമാൻ. നീ നല്ലോണം എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു, വിശ്വസിക്കുന്നു. പിടിച്ചോ. എന്ത് പിന്നെ ഇത് ഞാൻ തന്നെ പിടിക്കൂലായിരുന്നു. അത്ര ഉള്ളൂ. അടക്കട്ടാപ്പാ? അടക്കാലോ. വേറെ വെക്കാനൊന്നുമില്ലേ? ഇനി കുറച്ച് നേരം ഇവിടെ നിൽക്കാം. പാട്ട് വെക്കാൻ പറ്റില്ല കേട്ടോ. വേണ്ട അല്ലേ? പണിയാ കാണിച്ചത്. അപ്പോൾ പറഞ്ഞു കേട്ടതുപോലെ നമ്മളിന്ന് വിയന്നയ്ക്ക് പോവാണ് പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ പോവാണ്. തണുക്കുന്നു. നമുക്ക് അകത്തോട്ട് കയറാം. വന്നേ ഒന്നല്ലോ മുറ്റത്തെ മാവേലി. ഒപ്പിട്ട് പഠിക്കാൻ വേണ്ടി ബുക്ക് പേപ്പറുമായിട്ട് വരുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. എനിക്ക് ഇത്രയും ദിവസം ഒപ്പില്ലായിരുന്നു, പക്ഷെ ഞാൻ ഇന്നലെ ഒപ്പിട്ട് പഠിച്ചു. പക്ഷെ ഇവളുടെ ഒപ്പായിട്ട് ഇന്നെല്ലുമ്പോൾ ഒപ്പ് മാറ്റുന്ന രംഗങ്ങളായിരിക്കും നിങ്ങൾ കാണുന്നത്. ഞാനെൻ്റെ ഒപ്പ് മാറ്റത്തില്ല. ഇല്ല, കാണിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. അതിനകത്ത് കയറ്റില്ല. അപ്പോൾ കഴിച്ച് നമ്മൾ വെറുതെയാണ് വ്ളോഗ് എടുക്കുന്നത്. ഒരു മിക്കവാറും ഇന്ന് പോയിട്ട് അതേപോലെ തിരിച്ചേറ്റാനായിരിക്കും നമ്മുടെ വിധി. അയ്യോ, ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. നീ കേട്ടോ ഇടറാ. എന്താ കേട്ടണ? ഫുൾ ടാങ്ക് എത്രയാ? 40 ലിറ്ററാ? യൂറോ, താഴത്തത് എത്ര ലിറ്റർ? ജോണി പറ, എത്ര ലിറ്ററായി? 12, 13, 14. എത്ര ഏറായി? പൈസയാണോ കൂടുന്നത് ലിറ്ററാണോ കൂടുന്നത്? ലിറ്റർ കൂടുന്നതനുസരിച്ച് പൈസ കൂടിയല്ലേ? അതല്ല, ഏറ്റവും ഫാസ്റ്റ് കൂടുന്നത് ഏതാന്ന് ചോദിച്ചത്. പൈസ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ 1 ലിറ്ററിന് എത്രയാ? 1 ലിറ്ററിന് എത്രയാ ശരിക്കും? 1.45 തോന്നുന്നു. ഇല്ല, അത് പുറത്താണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അത് ഇളക്കി നമ്മൾ സാധാരണ ഒരു സാധനം പഞ്ചസാരയൊക്കെ നിറഞ്ഞിട്ട് ഇച്ചിരി കൂടി ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കുപ്പി ഇങ്ങനെ ഇളക്കി അത് ഫില്ലാക്കൂലേ എന്ന് പറഞ്ഞ പോലെ. അപ്പം എവിടെ മാക്സിമം പോരട്ടെ. അപ്പോൾ ഇനി ഇത് പെട്രോൾ അടിച്ചാൽ മാത്രം പോരാ, പൈസയും കൂടി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ അവിടുത്തെ പോലെ നാട്ടിലെ പോലെ ആൾക്കാർ നമുക്ക് പെട്രോൾ ഇത്ര രൂപയ്ക്ക് പെട്രോൾ അങ്ങനെ ഡീസൽ അങ്ങനെ അടിച്ചു തരുമല്ല. പകരം നമ്മൾ സ്വന്തമായിട്ട് ഇവിടെ വരുന്നു, നമുക്ക് വേണ്ട എമൗണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് അടിക്കുന്നു. നമ്മളിവിടെ ക്യാഷ് കൗണ്ടർ പോലെ ഒരു സംവിധാനം ഉണ്ടാവും. അവിടെ ചെന്നിട്ട് നമ്മുടെ ബില്ലുമായിട്ട് നമ്മൾ ചെല്ലുന്നു, പേയ്മെൻറ്റ് ചെയ്യുന്നു, പോരുന്നു. അവിടെ എപ്പോഴും ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ രാത്രിയിലും കാണേണ്ടതാണല്ലോ. ഇങ്ങനെ ചെല്ലുന്നു, നമ്മളവിടെ പേയ്മെൻറ്റ് ചെയ്യുന്നു, ബില്ലുമായിട്ട് ചെല്ലുന്നു, പേയ്മെൻറ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ അത് കണ്ടോ, ഒരു 6 എന്ന് പറഞ്ഞ നമ്പർ കണ്ടോ, അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. അപ്പം അതിൽ എത്ര അവിടെ ചെന്നിട്ട് അല്ലേ അപ്പം അവിടെ ചെന്നിട്ട് നമ്മൾ നമ്പർ പറഞ്ഞാൽ മതിയില്ലേ? അങ്ങനെയാണോ? സെക്സ് അത് കണ്ടില്ലേ? പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അവർ പറയുന്ന എമൗണ്ട് നമ്മളിവിടെ കാണുന്നുണ്ടല്ലോ. അപ്പൊ രാത്രിയിൽ ആളുണ്ടോ അതിനകത്ത്? ആരാ പാട്ട് വെച്ചതാ? അതാണ് ഗായ്സ് നമ്മളുടെ ഓട്ടോബാൻ. എന്താ എൻ്റെ പേരെന്തായിരുന്നു? മോട്ടോർ വേ അഥവാ എക്സ്പ്രസ് ഹൈവേ അങ്ങനെയാണെന്ന് തോന്നൂലേ? അതന്നെയാണ്. അല്ല, നോർമലൊന്നല്ല. നോർമലിൽ 70 പോകാൻ പറ്റുള്ളൂ. അപ്പം ഈ 70 പോകാൻ പറ്റുന്ന റോഡിന് എന്താ പറയുക? ഹൈവേ പറയൂ? കൺട്രി റോഡോ?
അതെടുത്ത റോഡാ. ഇവിടെ എന്താ പറയുന്നതെന്ന് അറിയോ? ഇവിടെ എന്താ പറയുന്നതെന്ന് കൺട്രി പീപ്പിൾ എന്ന് കിടക്കുന്നുണ്ട്. എത്ര കൊല്ലം ജീവിക്കണം സിറ്റിസൺഷിപ്പ് കിട്ടാൻ? 6 കൊല്ലം. അല്ലേ ഇപ്പൊ അത് 6 കൊല്ലം ആക്കിയിട്ടുണ്ട്. അപ്പൊ സ്പീഡ് 80 അല്ല 100 110 പോകുന്നു. അല്ല 100 110 130 പറ്റൂ കേട്ടോ. ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ റോഡ് സേഫ്റ്റിയും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഇഷ്ടം എനിക്ക്. നമ്മുടെ നാട്ടിലാണെങ്കിൽ അയ്യോ പേടിയാവില്ല. നമ്മുടെ കോഴിക്കോട് ടൗണോ അല്ലെങ്കിൽ കൊച്ചിയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എപ്പോൾ ഇടിച്ചു എന്നുള്ള ഉരസി പോകുന്ന പോലെയാ. ഇവിടെ ആകുമ്പോൾ പിന്നെ ആ ഒരു പേടിയില്ല. അവനവൻ്റെ വഴി അവനവൻ പോകുന്നു, അവനവൻ്റെ സ്പീഡ്. ആരും വന്ന് ഇനി എന്തെങ്കിലും ഫോള് കാട്ടി പോലീസെങ്ങാനും പുറകെ വന്നാൽ തീരുമാനമായി കിട്ടും. അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകുന്നു? വിയന്നയിൽ ഇന്ത്യൻ എംബസിയിൽ പോകുന്നു. സ്പീഡ് എത്രയാ? നമ്മളിപ്പോൾ 130 നമ്മൾ അപ്പം സാധാരണ ഈ ഇവിടെ വരലില്ലായിരുന്നല്ലോ. റൂട്ട് മാപ്പൊക്കെ ഇട്ടാണ് ഞങ്ങൾ പോകുന്നത്. സാവിയയ്ക്ക് സമ്മറാണോ വിൻ്ററാണോ ഇഷ്ടം? വിന്റർ. എനിക്കും. കുഞ്ഞുഞ്ഞിനോ? എനിക്കും വിന്ററാണ് ഇഷ്ടം, പക്ഷെ തണുക്കും. ഓക്കെ. ജോണിക്കോ? സമ്മർ. അപ്പയ്ക്കോ? സമ്മർ. അപ്പയ്ക്ക് സമ്മർ. അമ്മയ്ക്ക്? എനിക്ക് വിന്റർ. ഞാൻ പിടിച്ചോളാം ഈ ചങ്ങാനെ കൊണ്ട്. എനിക്ക് തണുക്കുന്നുണ്ട്. ഇല്ല ആദ്യത്തേതാ? ഓ ഇതേതാ വണ്ടി? ഏതവൻ? കണ്ടിട്ട് പേടി വന്നു. സൗണ്ട് പിടി കേട്ടപ്പോ തീരുമാനം. എങ്ങനെ വന്നിട്ട് അങ്ങോട്ട് പോകണമെന്ന്? അതിൻ്റെ കാല് കൊളുത്ത് പിടിക്കുന്നത്. എവിടെ? എൻ്റെ അമ്മേ, എടാ നീ കഴുത്തിൽ ഈ സാധനം ഇട്ടുണ്ട്. അപ്പോൾ കഴിച്ച് നമ്മൾ നല്ല ഞാൻ മൈക്കിൻ്റെ പൗച്ച് എടുത്തില്ല സാറില. തൽക്കാലം ഇപ്പം ഞാൻ പോക്കറ്റ് ഇട്ടോളൂ. ഇല്ല അതെടുത്ത് പോക്കറ്റിലിടോ. ചെയ്യൂലോ. വരുന്നുണ്ട്. ഇത് രണ്ടും ഞെക്കാം. പേടിപ്പിച്ചു. കറക്റ്റ് മേലാണ്. അപ്പൊ എവിടെ? 4 ബോട്ട്ഷാഫ്റ്റ് ഫോൺ ഇന്ത്യൻ. 4 ബോട്ട്ഷാഫ്റ്റ് ഫോൺ ഇന്ത്യൻ എംബസി. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് കാണും അല്ലേ? അല്ല ഉള്ളിൽ നിന്ന് എടുക്കാനല്ല. സക്സസ് അത് കാണാം. ഓക്കെ അത്രേ ഉള്ളൂ. എനിക്ക് പാസ്പോർട്ട് 10 കൊല്ലം ഇനി പോണോ? അതല്ല, പേപ്പർ വർക്കുകളൊക്കെ ചെയ്ത് നാട്ടിൽ ചെന്ന് അവര് വെരിഫിക്കേഷൻ ഒക്കെ ചെയ്ത് സാധനം നമ്മുടെ കയ്യിൽ കിട്ടണം. അയ്യോ അതുവരെ എന്താ ചെയ്യാ? അതുവരെ കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യാ? അങ്ങനെ കിട്ടണം. എന്തെങ്കിലും ആവട്ടെ. ഇത് പിടിച്ച നമ്മളെവിടെയാ? അതല്ല ഇതാണ്. കുട്ടാണോ? അതാണ് നമ്മളെ പള്ളി. കാണുന്നില്ല. പോയി ഒന്നും കാണുന്നില്ല. പിന്നെ സ്പീഡിൽ വണ്ടി ഓടിച്ച പിന്നെ എങ്ങനെയാണെന്നേ? നമ്മൾ ക്ഷണിച്ചു വെച്ചിട്ട് പോകുന്നു. 2021 അപ്പം പുതുക്കിയത്. അത് ആദ്യമായിട്ട് എടുത്തത്. എൻ്റെ ഓർമ്മയിൽ നമ്മൾ കോഴിക്കോട് പോയിട്ടുണ്ട് പാസ്പോർട്ടിന് വേണ്ടി. അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട്. അപ്പം അത് മിക്കവാറും 2021 ഡൽഹി അല്ല. നമ്മൾ എന്തിനാ ഡൽഹിക്ക് പോയത്? വിസ. അതായിരുന്നു നമ്മൾ ആദ്യത്തെ പ്രാവശ്യം. നമ്മൾ എവിടെ പോയി? താജ്മഹൽ കണ്ടു. ഷാജഹാൻ ആരോ നന്നായി. അങ്ങനെ അന്നേരം അത്ര റിസ്ക് എടുത്ത് പോകേണ്ട കാര്യമില്ല. 10,000-13,000 രൂപയും പോയി. എന്തിന്? അവിടെ എൻജോയ് ചെയ്യാനും പറ്റിയില്ല. അവിടെ പോയിട്ട്
എന്നാ വന്നിട്ട് അവിടെ പോയി. അത് നമ്മളെന്താ ചെയ്ത് പപ്പായും മമ്മിയും മട്ടിത്ത്, ഞാനാണെ കുഴയും പറഞ്ഞു, ഇവന്മാരും കിടന്നുണ്ട് ഒച്ച. ഞാൻ ഒച്ചുണ്ടാക്കിയോ? ആരും എൻജോയ് ചെയ്തില്ല. ആര് പറഞ്ഞു? പോയി കണ്ടു എന്ന് പറഞ്ഞാൽ കാണും, അല്ലാണ്ട് എന്താണ് എങ്ങനെയാണെന്നുള്ള ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളും. ഹിസ്റ്ററി എന്തിനാ നമ്മളറിയുന്നേ? ഇതൊക്കെ നമ്മൾ പഠിക്കുന്നല്ലേ. ഈശ്വര കുടുങ്ങിയല്ലോ. അതായത് താജ്മഹൽ ഷാജഹാൻ മുംതാസിന് വേണ്ടി പണിതാണ്, അത്ര മാത്രം എനിക്കറിയാം, ബാക്കിയൊന്നും എനിക്കറിയാൻ മേല. എടുക്കുന്നോ? കൊള്ളാലോ, രസമുണ്ട്. ആർക്കാത്? കുഴപ്പമില്ല. ഇപ്പൊ നല്ല വെളിച്ചം. ആ ഒരെണ്ണം അല്ല, എടാ കവറിനകത്ത് ഇടണ്ട കേട്ടോ, അപ്പൊ ഒട്ടും. അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഇവിടെ കുഴപ്പമില്ല, വാ വേം വാ. നമ്മൾ പുക വരുന്നു. ഇവിടെ പുക വിടും. താങ്ക് യു. ഹലോ. ഓ എന്നെ കണ്ടിട്ടുണ്ടോ നീ? കളിച്ചാന് പോവാ, നമുക്ക് കളിച്ചാന് പോവാ. ഇത് എന്താ അത്? എന്റെ അപ്പ ഇതല്ല ഇത്. എന്താ കണ്ട് എപ്പോഴാ ശ്രദ്ധിച്ചത്? ഞങ്ങള് 7:30 ഇതാണ് ലൂയിസ് ഹൂട്ടന്റെ പ്ലേ ഹൗസ്. അതെ, മേലെ കയറിയിരുന്നു. കളിച്ചോ? ഒന്ന് പോയടി. പോയി. ഇത് നമ്മൾ ഞാനിത് എന്താ പറയണ? എവിടെ ഫോണുണ്ടോ ഇതിനകത്ത്? അത് ഭയങ്കരം തന്നെ. ഇനി ഞങ്ങൾ വന്ന് കളിച്ചോളും. ഇവനേക്കാളും കൂടുതൽ ഞങ്ങൾ ഇത് കളിക്കും. ഞങ്ങൾ കളിച്ചോട്ടെ. ഈ തെണ്ടികളൊക്കെ ആരാ? ലൂയിസോ എന്താ? ഇതാണല്ലേ നിന്റെ വണ്ടി? ഞാനിപ്പോ എന്താ പറയണ്ടേ? ഞാനെന്താ പറയണ്ടേ ഇപ്പൊ? Hello, Cobra answering Cobra. What's your emergency? എന്തെന്നാ പറഞ്ഞ? എവിടെന്നാ സൗണ്ട് വരുന്നേ? ഇത് അവന് പിടിച്ചു കൊടുക്കും. എവിടെയാ സൗണ്ട് വരുന്നേ? നിന്റെ സൗണ്ട് വരുന്നായിരുന്നു. ഇതിന്റെ അടുത്തുനിന്നാണോ? 911, what's your emergency? ഇത് പുലാവാണോ? എന്താ അത്? അങ്ങനെ എന്തോ സാധനല്ലേ?
ബസ്മതി റൈസ് ഉണ്ട്, പന്നിയുണ്ട്. ഞാൻ വിചാരിച്ചത് ബീഫാണ്. എല്ലാം സമ്മറി വല്ലതും ഉണ്ടാക്കിയല്ലേ? അത് ചോറുണ്ട്, കഴിഞ്ഞിട്ടെടുക്കാം. നാഷ് പൈസ ഇട്ട് സാലഡ് ഉണ്ട്. സ്പെയർസ് ആവശ്യമുള്ള എടുത്തോ കേട്ടോ. ഇഷ്ടത്തിനുണ്ട് സ്പെയർസ്. വെള്ളം ആർക്കാ വെള്ളം വേണ്ടിയേ? എല്ലാം ടോൺകാരനെ ഉണ്ടാക്കിയ രക്ഷയില്ല. എന്ത് അടുക്കളയിലോട്ട് കയറാൻ. അങ്ങനെ ഏരിയയിലോട്ട് സലാഡ് എടുത്തോടി മരിയേ. സലാഡ് എടുത്തോ. എടുക്കണം. അപ്പുറത്തിരിക്കുന്ന കട്ടി വരുന്നില്ല. അത് ഡിഗ്രി കൂട്ടാനേ. അത് സമയം എടുക്കും. അത് തണുക്കുമ്പോഴാണ് കട്ടിയാവുന്നത്. അല്ല എന്റെ അമ്മ ഇനി പോമസും ഉണ്ടോ? 200 ഇനി ഇതുവരെ ടേസ്റ്റ് ചെയ്തു. നീ അതിലും നല്ലത് ഞാൻ പറഞ്ഞില്ല, മറ്റേ ഇതിന്റെ അകത്ത് വെക്കുക. ഇച്ചിരി എടുക്കത്തുള്ളൂ അല്ലേ മരിയ? ടേസ്റ്റ് ഞാനും അതെ ഇച്ചിരി ഇച്ചിരി ഒത്തിരി പ്രാവശ്യം എടുക്കും. ഞാൻ കൂന കൂട്ടിട്ട് ഞാൻ വേസ്റ്റ് ആക്കി കളയുകയോ. ഞാൻ വേസ്റ്റ് ആക്കി കളയാം, അതാണ് എന്റെ പ്രശ്നം. അമ്മ എന്റെ പല്ല് തണുക്കുമ്പോഴാവും കട്ടിയാവും. ഇല്ല ഉണ്ടായിട്ടോ വാസറ പറ്റൂ. അതാ എനിക്ക് ജ്യൂസ് അറിയൂല. ഓക്കെ ഉപ്പുണ്ടോടാ? ഉപ്പ് വേണോ? ഉപ്പെന്തിനാ? എങ്ങനെയുണ്ട് സ്പെയർസ്? ഉപ്പുണ്ടോ? കെച്ചപ്പ് ഞങ്ങളോട് ഇത് ആരും ചെക്ക് ഉപ്പുണ്ടോന്ന് അമ്മയോട് മാത്രം ചെക്ക് ആൻസർ ഉപ്പില്ല. ഉപ്പിന്റെ കുപ്പിയുടെ അമ്മ അത് പ്ലേറ്റിലോട്ട് കമത്തും. പ്ലേറ്റിലോട്ടോ? അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാനൊരു ഉപ്പ് തീനിയോ ആണല്ലോ. നീ അവിടെ ഇരുന്നോണ്ട് ചിരിച്ചാ മതി. ഇവിടെ വന്നിരുന്ന് തിന്നടാ. ഇപ്പോഴും അമ്മേന്റെ ഒക്കത്ത്. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാ. കുഞ്ഞുഞ്ഞല്ലായിരുന്നു എല്ലാരും കുഞ്ഞുഞ്ഞു പിന്നെ അത്ര. ഹലോ അച്ചാച്ച വീട്ടിൽ എത്ര സമയം ഇവളൊക്കെ ഞാൻ കൈപ്പിടിച്ചോണ്ടിരിക്കുന്ന ആരേലും ആണ്ടിനോ എന്തെങ്കിലും വരുമ്പോ ശരിയാ. എല്ലാരും തന്നെ 1.5-2 വയസ്സ് വരെ അപ്പൊ ഞാൻ കുഴപ്പമായിരുന്നു. നിനക്ക് ഇരിക്കാവോടാ? സാവി അപ്പയുടെ കൂടുതലുണ്ടായതുകൊണ്ടേ ജോണിയുടെ നോക്ക്. ഞാൻ ജനിച്ചപ്പോ അപ്പ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഇല്ല, നീ ജനിച്ചിട്ടേ ഇല്ല. മരിയ മറ്റേ സലാഡ് വേണോടി? കറിക്ക് കറി പോലെ. ഞങ്ങള് തീരെ തുടങ്ങി. ഞങ്ങളാരും സ്കേറ്റിങ്ങിന് പോയിട്ട് വീണിട്ട് ശരിയായോ? നാളെ ഞങ്ങൾ പോവാ. ഞാൻ എന്നാന്നറിയാമോ, ക്രിസ്റ്റി ഒന്ന് ഇത് പ്രബീറം ചെയ്യണം എന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോ പോയിട്ട് ഷൂ ഇത് മേടിച്ചു. ഒരാൾക്ക് അരമണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. അരമണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. സമയം തീരാറായിരുന്നു. കറക്റ്റ് 1 മണിക്കൂറേ മാക്സിമം ഞങ്ങൾ അവിടെ നിന്ന് നിന്നോളൂ. 8 മണി തൊട്ടായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 9 മണിയായി. അപ്പൊ പ്രബീർ ക്രിസ്റ്റി എന്തെങ്കിലും നോക്കി ഇറങ്ങാൻ പറ്റുന്നില്ല. പൈസ കൊടുത്തല്ലാന്ന് പറഞ്ഞോണ്ട് കുറെ നേരം നിന്നു. അപ്പൊ എനിക്ക് ഞാൻ ഒത്തിരി നാളായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം അത് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഞാൻ കുറെ നേരം ഇങ്ങനെ നിന്ന് ആദ്യം ഒരു വീഴ്ച വേണം അടിച്ചു കെട്ടി അങ്ങനെ ശരിക്കും അങ്ങനെ മൊത്തം അത് വെച്ചോണ്ടിരിക്കുകയാണോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കഴിഞ്ഞു. 2 പ്രാവശ്യം വീണു. ഞാൻ അല്ല അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കൊണ്ട് ഞാനിങ്ങനെ 4 പ്രാവശ്യം 1 വർഷം ഉണ്ട് കൊണ്ടുപോകും. ടോണിച്ചേട്ടൻ പോവോ? ഒരു പ്രൊബീറം ചെയ്തതാ. ഞങ്ങളെല്ലാം കൂടെ ഐസ്ലാവുമ്പോ ഞങ്ങൾ രണ്ടും കൂടെ.
ഭയങ്കരം തന്നെ. അവിടുന്ന് വിട്ടു മാറണ്ടേ നമുക്ക് അവിടുന്ന് പിടിച്ചിട്ട്. അല്ല ഞാനിത് തന്നെയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പെൻകിനെ പിടിക്കുമ്പോ എളുപ്പോ. അല്ല ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പെൻകിനെ എന്നിട്ട് ഇരുന്ന് ഒരച്ചു പെൻകിനും ഞാൻ നോക്കുമ്പോ മുമ്പോട്ട് പോകുന്നില്ല. പെൻകിൻ പുറകോട്ട് എന്നാ പുറകോട്ടെങ്കിലും അപ്പൊ പുറകോട്ട് പോകുന്നുണ്ട്. അപ്പൊ പുറകോട്ട് ഇങ്ങനെ കുറേ തരാം. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബാലൻസിങ് ആയി, കറക്റ്റായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ തന്നെ വീഴില്ല ഉറപ്പാ. നീ പിന്നാരെ പൊക്കി എടുത്തേ തന്നെ തന്നെ എഴുന്നിട്ടോ പറ്റിയോ? അമ്മച്ചി വന്നിട്ട് സഹായിക്കണം. നടുവേ കട്ടുവീഴങ്ങ് ഇട്ടിച്ചങ്ങ് വീണ അപ്പൊ അവിടെ കിടന്ന് കരഞ്ഞാണോ? ശരിക്കും അതിന്റെ രണ്ടാമത്തെ വീഴ്ച നല്ല വീഴ്ചയായിരുന്നു. ആദ്യം ഒന്ന് വീണ മനസ്സിലാക്കി കൂടെ. ഇല്ല പഠിക്കണമല്ലോ, വീണല്ലേ പഠിക്കണോ, അത് വേറെ കാര്യം. ഹലോ, ഞങ്ങൾ ഫുൾ കളിയാണ്. അപ്പൊ ക്രിസ്ത്യാനി ജുമ്മൻ വന്നു. വേണ്ടറാ നിങ്ങൾ പോവാ? അപ്പൊ അവിടെ അവനെ അകത്തേറ്റ് അവന് തണുക്കൂടാ, അവനെ അകത്തേറ്റ് അവരൊന്ന് വന്നേ വന്നല്ലോ. ജമാമൻ വന്നല്ലോ. അതാ യോഹാനു. അവരെത്തിയിരിക്കുന്നു. ഇത് ഓർക്കാനും താക്കോല് വേണോ? ഈ വാതിൽ ഓർക്കാൻ താക്കോല് വേണോ? വേണ്ട. ഓക്കെ. ഹലോ, വന്നപ്പോ തൊട്ടില്ല പരിപാടി. മാറ്റിയിടുക, വിഷിടുക. ഹലോ 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 ഹായ് പറ. ഹലോ പറയണോ? ഓർക്കായിരുന്നു. എല്ലാരും ചായ കുടിക്കുന്നതിന്റെ തിരക്കാണ്. ഈ പരിവാവും വരുമ്പോഴത്തേക്ക് കഴിക്കേണ്ട 7 മാസാവൂലേ? വരുമ്പോ 7 മാസാവും. എല്ലാരും ചായ കുടിക്കുന്നതിന്റെ തിരക്കിലാണ്. കാപ്പി ബ്രേക്കിലാണ്. കാപ്പി ബ്രേക്ക്. എന്താ പണി എടുത്ത ബ്രേക്കിന് വേണ്ടി? അതെ, ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നിളക്കി റൈസ് ഒന്ന് ഇളക്കി. കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ. എല്ലാരും ടി വി ആണാണ്. നമ്മൾ ഇങ്ങനെ ഇരിക്കും അല്ലേ? ഡിന്നർ റൈസ് വിത്ത് ഗ്രിൽഡ് ചിക്കൻ, പിന്നെ സലാഡുകൾ 2 തരം. ഉച്ചയ്ക്ക് കിട്ടിയ സലാഡ്. ഈവനിങ് സ്പെഷ്യൽ ആയിട്ടുള്ളത് ഗ്രിൽഡ് ചിക്കൻ, ഫുൾ ചിക്കൻ ഗ്രിൽ. റൈസും സ്പെഷ്യൽ ജീരകശാല റൈസ്. ഇത് തീർന്നില്ലേ? ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ചത്. ഷെയറിംഗ് സ്റ്റെയറിംഗ് നന്നായിട്ടുണ്ട്. എരിയാണോ? എരി കണ്ടോ? ഇല്ലല്ലോ, പോലീസാണെന്ന്. എന്താ പറയാ, രോഗി സന്ദർശനത്തിന് വന്നതാണ്. ആ രോഗിയെ കൊണ്ട് തന്നെ എല്ലാം കുക്ക് ചെയ്ത് ഉണ്ടാക്കിപ്പിച്ച് അമ്മാദിച്ച് തിന്നു മുടിക്കുകയാണ്. മാക്സിമം എടുത്തോ കേട്ടോ. ഇന്നത്തേക്ക് മതി. എക്സ്പയർ ആവാനുള്ള ചിക്കൻ ആയിരുന്നു തോന്നുന്നു. സലാഡ് ഉണ്ട്, മറ്റേ സലാഡ് ഉണ്ട്. സലാഡ് തൈരിന്റെ ജോബിച്ചേട്ടന് വേണ്ടേ? തൈരിന്റെ തൈരുണ്ടെന്ന് പറഞ്ഞതാ ഞാന്. എന്തോ എവിടെയോ
എന്നോട് ഇത്ര കലിപ്പ് പാടുന്നത് ഷാനി എന്താ ഇവിടെ ചളി അടിച്ചോ മൂലക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് എത്ര കാലായി എത്ര കാലായി അമ്മ കോമഡി അതൊക്കെ 90-ലെ 90 കഴിവാകാം എന്താ കഴി വേറെ പാടില്ലതല്ലേ ഞാനിതെല്ലാം വൃത്തിയാക്കാണ് കാരണം നമ്മൾ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പിരിയുന്നു. വേണ്ട താരാതരാജ സംഗമം ഇതാണ് ഇന്നില്ല സ്റ്റാൻഡ് ചിരിപ്പിക്കരുത് കേട്ടോ. അപ്പൊ അതൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. സൗണ്ടും ഉണ്ട് കേട്ടോ. സൗണ്ടും ഉണ്ട്. അപ്പൊ മറന്നുപോയി. അപ്പൊ ഇതോടുകൂടി നമ്മളുടെ ഇന്നത്തെ കലാപരിപാടികൾ അവസാനിപ്പിക്കുന്നതാണ്. നാളെ ഞാനതൊന്നുമില്ല. ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ. അടുത്ത വീഡിയോ എന്ന കാര്യം ഞാൻ പറഞ്ഞത്. അങ്ങനെയൊന്നും വിചാരിക്കാനേ പാടില്ല. ഇല്ല, ഞാൻ കേട്ടില്ല. അതാണ് പ്രശ്നം. ചളിയൻ ചന്തു ഭയങ്കര പാടായിരുന്നു. അപ്പൊ സ്ലോ മോഷനിൽ ചിരിക്കുന്നു. പക്ഷെ ഡോക്ടറെ കാണിച്ചപ്പോ നോർമൽ. അതെന്താ അറിയാ, അവൻ ആ പിള്ളേരുടെ കൂടെ കളിക്കുമായിരുന്നു. ആ മൂപ്പിലാണ് വിളിച്ചത്. നമുക്ക് വണ്ടി എടുത്തോണ്ട് വരണ്ടേ? അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പിരിയാ. പോയിട്ട് വരാം. റെഡിയാക്കി എവിടെ അതിന്റെ നിങ്ങൾ തന്നെ ഫോക്കസ് ചെയ്യുന്നു. ഓ ഇത് എന്തോന്നത്? ജോമാമൻ ഡാറ്റൻ ഷൂട്ട്സിന് പരാതി പറ.